നവഗ്രഹ ധ്യാനം. ഓം ആദിത്യാദി നവഗ്രഹ ദേവതാഭ്യോ നമഃ. നിങ്ങൾക്കെല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. സൂര്യനെ മനസ്സിൽ സങ്കല്പിക്കുക. ജീവന്റെ സ്രോതസ്, നിലനിൽപ്പ്, നിങ്ങളുടെ പൊക്കിളിന്റെ തൊട്ട് മുകളിൽ നിങ്ങളുടെ വൈകാരികത, നിങ്ങളുടെ ജീവൻ, സൂര്യൻ, ആ സ്വർണവർണ്ണം, സൗര ഊർജം സ്വീകരിക്കുക. ഓം സൂര്യായ നമഃ. ഇതിന് മെല്ലെ ഒരു ശ്വാസം എടുത്തു വിടാം. ചന്ദ്രനെ സങ്കല്പിക്കുക. ഇമാജിൻ മൂൺ. നമ്മുടെ മനസ്സ്, മാനസിക ആരോഗ്യം. ഓം ചന്ദ്രായ നമഃ. എന്നിട്ട് മെല്ലെ ഒരു ശ്വാസം എടുത്തു വിടാം. നമ്മിലെ വിവേകം, അറിവ്, ഗുരു കടാക്ഷം, ഐശ്വര്യം, നാം നിലനിൽക്കുന്നത് തന്നെ. ഓം ഗുരുവേ നമഃ. വ്യാഴൻ സങ്കല്പിക്കുക. എന്നിട്ട് മെല്ലെ ഒരു ശ്വാസം എടുക്കുക. രാഹുവിനെ സങ്കല്പിക്കുക. ഓം രാഹുവേ നമഃ. ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നു. അതുകൊണ്ട് മായ ഇല്യൂഷനിൽ വീഴാൻ പാടില്ല. ഭൗതികമായിട്ടുള്ള കെട്ടുപാട്, ബന്ധനങ്ങളിൽ നിന്നുള്ള മുക്തി നേടണം. ഭൂമി ജീവിതം താൽക്കാലികം മാത്രം. എന്നിട്ട് മെല്ലെ ഒരു ശ്വാസം എടുത്തുവിടാം. ഓം ബുധായ നമഃ. ബുധനെ സങ്കല്പിക്കുക. നമ്മുടെ സരസ്വതി ദേവി എന്ന സങ്കല്പം. അറിവ്, ബുദ്ധി, വിവേകം, വിജ്ഞാനം, ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. ഒരു വലിയ വിശ്വാസം എടുക്കുക. ശുക്രനെ സങ്കല്പിക്കുക. ഓം ശുക്രായ നമഃ. സൗന്ദര്യം, ആരോഗ്യം, സമൃദ്ധി. ഓം മഹാലക്ഷ്മി നമഃ. ശുക്രനെ സങ്കല്പിക്കുക. എന്നിട്ട് മെല്ലെ ഒരു ശ്വാസം എടുക്കുക. ഓം കേതുവേ നമഃ. ഇവിടെയും ദൈവ സങ്കല്പം, ദൈവവിശ്വാസം എന്നിവയിലുള്ള സംശയം ഒഴിവാകട്ടെ. നമ്മിലെ ദൈവീകത്വം തിരിച്ചറിവിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. നാം ഒരിക്കലും തനിച്ചല്ല, നാം എപ്പോഴും ദൈവ സാന്നിധ്യത്തിലാണ് എന്ന് തിരിച്ചറിയും. എന്നിട്ട് മെല്ലെ ഒരു ശ്വാസം എടുക്കുക. ഓം ശനിയേ നമഃ. ശനിദേവൻ ധർമ്മത്തിൻ്റെ കാവൽക്കാരൻ. കർമ്മദോഷങ്ങൾ ജന്മജന്മാന്തരങ്ങളുടേത്. നമ്മെ ശുദ്ധം ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ശനിദേവൻ
ശനിയെ നമ. എന്നിട്ട് മെല്ലെ ഒരു ശ്വാസം എടുത്തുവിടാം. ചൊവ്വാഗ്രഹം സങ്കല്പിക്കൂ. മുരുകനെ വണങ്ങാം. ഓം വിഘ്നേശ്വരായ നമ. ഓം ധർമ്മശാസ്താവേ നമ. ഓം നാഗരാജാവേ നമ. ഓം നമോ ഭഗവതി ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഓം ഭദ്രായേ നമ. ഓം നമ ശിവായ. നമ്മുടെ ജാതക ദോഷം, കർമ്മദോഷം ഒഴിയാൻ ഈ ധ്യാനം ഉപകരിക്കട്ടെ. ഓം ആദിത്യാദി നവഗ്രഹ ദേവതാഭ്യോ നമഃ. ഓം ആദിത്യാദി നവഗ്രഹ ദേവതാഭ്യോ നമഃ. ഓം ആദിത്യാദി നവഗ്രഹ ദേവതാഭ്യോ നമഃ. സർവമംഗളം ഉണ്ടാവട്ടെ. സകല ഐശ്വര്യവും ഉണ്ടാവട്ടെ. ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതിനാൽ നമ്മുടെ മുഖത്തലയിലെ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രത്തിലേക്ക് വരും. ധ്യാനം അനുഭവിക്കൂ. നേരിട്ട് പ്രാണായാമ പരിശീലിക്കൂ. ജ്യോതിഷം നോക്കാം. തടസ്സങ്ങൾ മാറ്റാം. ഉപയാസങ്ങൾ കണ്ടെത്താം. കുട്ടികൾക്ക് വിദ്യാവിജയം, ജീവിത തടസ്സങ്ങൾ മാറ്റാം. അതിന് സൈക്കോളജി ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, റേക്കി ഹീലിംഗ് ഉണ്ട്, തുടങ്ങി ധാരാളമായിട്ടുള്ള മനുഷ്യന് ഉതകുന്നതായിട്ടുള്ള, മനുഷ്യൻ്റെ പുരോഗതിക്ക് മാത്രമായിട്ടുള്ളതാണ് നമ്മുടെ ഹെബ്രി സ്കൂൾ ഓഫ് തോട്ട്സ്. അതിനാൽ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രത്തിലേക്ക് വരും. എന്നെ വിളിക്കേണ്ട നമ്പർ 9605743596. അങ്ങനെ ദൈവ സാന്നിധ്യം, സാമീപ്യം, സൗരഭ്യം അനുഭവിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ കണ്ണുകൾ തുറക്കാം. നന്ദി.